ചെക്കൻ എടുത്തൊക്കെ ലാൻഡ് ആയിട്ടുണ്ട്. മറ്റുള്ളവൻ രാവിലെ തുടങ്ങി ഫോൺ വിളിക്കാനുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ ഇവിടെ കഴിയുമ്പോ, അതായത് നേരത്തെ വന്നിട്ട് പടം തീരുമ്പോ മീറ്റിംഗ് വിളിക്കും. അപ്പോഴൊക്കെ വന്നാൽ മതി. രാവിലെ തുടങ്ങുമ്പോഴേ വരില്ല, സമയത്തിന് ആൾ വേണമെന്നാണ്. ചിലര് സമയം തെറ്റിപ്പോകും. ഇപ്പൊ 11 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 12:45 തീരും. നമ്മുടെ തിയേറ്ററിലേക്ക് നമ്മളെ സിനിമ കാണാൻ ആൾക്കാർ വന്ന ശേഷം ഞങ്ങൾ കുറച്ച് ഗ്യാപ്പ് കിട്ടി. അപ്പോൾ നമ്മൾ മുമ്പ് വർക്ക് ചെയ്ത കലാഭവനിലേക്കാണ് പോയത്. വഴുതക്കാടേക്ക് പോയി നമ്മുടെ ഗുരുനാഥനായ അനീഷേട്ടനെ കണ്ടു. അങ്ങനെ കുറേ നേരം അനീഷേട്ടനായിട്ട് സംസാരിച്ചു. അങ്ങനെ കുറേ സമയമായിരുന്നു. പഴയ ആൾക്കാരൊന്നും കണ്ടില്ല, അനീഷേട്ടനെ മാത്രമേ അവിടെ കണ്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ രാജുവേട്ടനെ കാണാൻ വേണ്ടി കലാഭവൻ്റെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ പോയി രാജുവേട്ടനെ കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു നേരെ ചിത്താഞ്ചേരിയിലേക്കാണ് പിന്നീട് പോയത്. ഇൻ്റർലോക്കലോട്ട് ഗംഭീരാക്കിനി പണി നടന്നുകൊണ്ടുണ്ടെന്ന് തോന്നല്ലോ. ഹോബി ആദ്യമായിട്ട് വരുന്നത്. ശോഭനെ കൂട്ടിന് ഞാനും നിർമ്മലം വന്നിട്ടുണ്ട്. റോഡെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നടക്കാൻ കുറേ ഉണ്ട്. അങ്ങനെ നടന്നിട്ട് അവസാനം പുതിയ ബിൽഡിങ്ങിൻ്റെ അടുത്തെത്തി. നമ്മൾ സെൻസർ ബോർഡിൻ്റെ ഓഫീസും തൊട്ടടുത്ത് ഒരു മ്യൂസിയം ഉണ്ട്, അവിടെ പോയി. പിന്നീട് നമ്മളെ സ്വന്തം മായേച്ചിനെ കണ്ടു. മായേച്ചി ചോറൊക്കെ വാങ്ങിച്ചു തന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ടേസ്റ്റ് പഴയ ഓർമ്മകളൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളെ ജോയിയേട്ടനെ കാണാൻ പോയി. ജോയിയേട്ടനെയും കണ്ടു. പിന്നെ നമ്മളെ സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഷൈനേട്ടനെയും ശങ്കരേട്ടനെയും കണ്ടു. സതീഷേട്ടനെയും ആനന്ദേട്ടനെയൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്നു അടുത്ത സെറ്റൊക്കെ ഒന്ന് കാണാൻ പോയി. അങ്ങനെ മായേച്ചി നമ്മൾ കുറച്ച് സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി. ഉള്ള കാടുണ്ട്, കുറേ ലൊക്കേഷൻസ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പടത്തിനും സീരിയലിനെല്ലാം വേണ്ടിയിട്ട്. അയ്യവാ എന്ത് രസം മോനെ അതിൻ്റെ ഉള്ളിൽ, അടിപൊളി. ഇതാണ് ആനപ്പിണ്ടത്തിൻ്റെ ഡമ്മി. JC ഡാനിയലിൻ്റെ പ്രതിമയുടെ അടുത്തുണ്ടായത്. ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സിനിമക്കും സീരിയലിനും വേണ്ടി സെറ്റ് ഇട്ട സാധനമാണ്. സംഭവം അമ്പലത്തിൻ്റെ സെറ്റാണ്. ഇതെല്ലാം പൊളിച്ചുകൊണ്ടായിട്ടാണ് എന്തെല്ലോ സെറ്റപ്പെല്ലാം ഉണ്ടായിന്. എല്ലാം ഷൂട്ട് കഴിഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു. അടുത്ത് നമ്മളെ ചെമ്പമരം ഇവിടെ ഒരു അമ്പലമുണ്ട്. ഷൂട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്പലമെല്ലാം ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട്. പൂവെല്ലാം തൂക്കിയിട്ടെല്ലാം ഉണ്ട്. കുറേ സെറ്റുണ്ട് ഇങ്ങനത്തെ ഇവിടെ. ഇത്ര അടുക്കുന്ന നമുക്ക് ഹെലികോപ്റ്റർ പോകുന്ന കാണും. എത്ര ഇതിനെക്കാട്ടി ഇന്ത്യത്താക്കേണ്ടത്. ചെമ്പകം പൂക്കുന്ന മാസമല്ല, എല്ലാ ചെമ്പകത്തിൻ്റെ മരം ഫുള്ള് പൂത്തിട്ടുണ്ട്. ഇതെല്ലാം ഫുള്ള് പച്ചപ്പില്ലായിരുന്നു. പിന്നെ വേനൽക്കാലം കൊണ്ടെല്ലാം ഉണങ്ങിയെന്ന് തോന്നുന്നു. ഫുള്ള് ലാൻഡ്സ്കേപ്പ് ഉണ്ടായ സ്ഥലം. ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു ദൂരത്തേക്കെല്ലാം വ്യൂ കിട്ടുന്നത്. അതൊന്നും ഇപ്പോൾ കാണുന്നില്ല, അതെല്ലാം പൊളിഞ്ഞു നശിച്ചിട്ടുണ്ട്. ഇവിടെ പുതിയ പുതിയ വർക്കെല്ലാം വരുന്നുണ്ടെന്നാണ് പറയുന്നുണ്ടായത്. പ്രേം നസീറും ഷീലെല്ലാം ഡാൻസ് കളിച്ചു എന്ന് പറയുന്ന പാലവിടെ മുമ്പ് നല്ല അടിപൊളി ഉണ്ടായിന്. ഫുള്ള് നശിച്ചിട്ടുണ്ട്. എന്തെല്ലോ പണിയെടുക്കുന്നുണ്ട് അപ്പുറത്ത്. ഇപ്പുറത്തൊന്നും പണിയെടുക്കുന്ന കാണുന്നില്ല. അമ്പലത്തിൻ്റെ ഒരു സെറ്റ് സംഭവം. ബാക്ക് വശത്ത് ഫ്രണ്ട് കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് ഈ ലുക്കാണ്. റൂമാണൊക്കെ നല്ല വ്യൂ ഉണ്ട്. ചെറിയ ചെറിയ കോട്ടേജുകളൊക്കെ ഉണ്ട്. അതെല്ലാം കോൺക്രീറ്റ് ആക്കിയതിന് മാറ്റമെല്ലാം ഉണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാല് കാണുന്നുണ്ട്. ഒരു കടയേറെ സെറ്റാണ്. എന്തെല്ലോ സാധനം വെച്ച പോലെ എല്ലാം ദൂരത്തു നിന്നാണ് വേണ്ടത്. അടുക്കത്ത് നമ്മൾക്കിതാ നല്ല ഫ്ലക്സ് അടിച്ചിട്ട് സെറ്റാക്കി. അടിപൊളി ഉണ്ട് സാധനം. പുറത്തേക്ക് ഇറങ്ങുകയാണ്. കുറേ നടന്നു. പണ്ടത്തെ സ്ഥലം ഇപ്പോഴത്തെ സ്ഥലം തമ്മിൽ വ്യത്യാസം നോക്കിയിട്ട് ഇങ്ങനെ കുറേ നടന്നു. ഭയങ്കര വേർത്ത്, ഭയങ്കര ചൂട്. ഡ്രൈനേജ് സംവിധാനമെല്ലാം സെറ്റാക്കുന്നുണ്ട്.
ഇവിടെല്ലാം കുറേ പൂവുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, കുറച്ച് തയ്യലുണ്ട്. റോഡെല്ലാം അടിപൊളിയാക്കി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിത്രാഞ്ജലിയിൽ നിന്ന് നമുക്ക് ഫണ്ട് കഞ്ഞിയും പയറും ചോറിലാക്കി തന്ന ചേച്ചി ഉണ്ടായിന്. അപ്പോൾ ചേച്ചിയുടെ അടുക്കലേക്ക് പോകുന്നത്. രാവിലെ നമ്മൾ അവിടെ നിന്നാണ് ചായ രാത്രിക്കാലത്തെ ഭക്ഷണം കഴിക്കുന്നത്. ബാക്കിയുള്ള ഭക്ഷണം ചിത്രാഞ്ജലിയിൽ നിന്നാണ് കഴിച്ചുകൊണ്ടായി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. കുറേ മിനിറ്റായി നടക്കുന്നത്, ക്ഷീണം പിടിച്ചുപ്പാ, വലിയ കയറ്റം. അതെല്ലാം കഴിഞ്ഞിട്ട് നടന്ന് പോകുന്നുണ്ട്. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അതാ അങ്ങനെ കാണുന്ന കണിക്കുന്ന ചെടിയുടെ നേരെ ഓപ്പോസിറ്റാണ് കട ഉണ്ടായത്. അപ്പോൾ നമ്മളൊന്ന് പോയിട്ട് അവിടെ മാമി ഉണ്ടോയെന്ന് നോക്കാം. നമ്മൾ പോകുമ്പോഴേക്ക് മാമീനെ കണ്ടു. നമുക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല, ഡ്രസ്സെല്ലാം മാറിയോണ്ട്. അങ്ങനെ പെട്ടെന്ന് മാമീനെ കണ്ട് കുറേ സംസാരിച്ചു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ വെള്ളമൊക്കെ കുടിച്ചു. ശേഷം നമ്മളെ പ്രജിയേട്ടൻ ഉണ്ടായി തിരുവനന്തപുരത്ത്. അങ്ങനെ പ്രജിയേട്ടൻ കാണാൻ വന്നു. അങ്ങനെ പ്രജിയേട്ടനൊക്കെ ഒരു ചായ എല്ലാം കുടിച്ചു. നമ്മൾ അവിടെ നേരെ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായി, ബസ് കയറാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ബസ് സമയത്ത് വന്നിട്ടാണ്, കുറേ ലേറ്റായിട്ടാണ് ബസ് നമുക്ക് കിട്ടിയത്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ബസ്സിൽ നമ്മൾ 3 ആളും പോയി. ബസ് ഫുള്ളായി. അങ്ങനെ കുറച്ച് സമയം ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോഴൊക്കെ തന്നെ ആൾ വന്നു. അങ്ങനെ പിന്നെ കിടക്കാനൊന്നും പറ്റിയില്ല, ഇരുന്ന് എങ്ങനെയോ ഒപ്പിച്ച് രാവിലെ ആയി. അങ്ങനെ രാവിലെ എണീച്ചപ്പാട് നല്ല സൂര്യോദയം കാണാൻ കഴിഞ്ഞു. അങ്ങനെ സൂര്യോദയങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഞങ്ങൾ അവസാനം കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. കോഴിക്കോട് എത്തിയിരിക്കുകയാണ് ഗൈസ്. വൈബൻ വയനാടൊക്കെയുള്ള വണ്ടി ഓടിക്കുന്നുണ്ട്. ഷോബിൻ സർ നമ്മൾ ട്രെയിനിന് പോകാൻ തീരുമാനിച്ചു. കോഴിക്കോട് നിന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം കടലക്കറി. ട്രെയിനിൽ ആദ്യം സീറ്റ് കിട്ടിയിട്ടെങ്കിലും അവസാനം നമ്മൾ കുറച്ച് ദൂരം പോയപ്പാട് സീറ്റ് കിട്ടി. അങ്ങനെ ഞാനും ഷോബിനും ഒരു സ്ഥലത്തിറങ്ങി, പയ്യന്നൂർ ഇറങ്ങി, ഞാൻ കാഞ്ഞങ്ങാട് ഇറങ്ങി. അങ്ങനെ കാഞ്ഞങ്ങാട് നിന്നും KSRTCയിൽ ബേക്കലത്തേക്ക്, ബേക്കലത്ത് നിന്ന് ആദ്യത്തിന് വേണ്ടി വീട്ടിലേക്ക്.